അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് മംഗളൂരു സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇന്ന് ഇവിടുന്ന് ഒരു ചെറിയൊരു യാത്ര പോവാണ്. ഇന്ന് ഇവിടുന്ന് കർണാടകയിൽ തന്നെ മറ്റൊരു സ്ഥലമായ സുബ്രഹ്മണ്യ റോഡിലേക്കുള്ള ഒരു 91 കിലോമീറ്റർ ദൈർഘ്യമുള്ളൊരു യാത്ര വേണ്ടിയാണ് ഇന്നത്തെ. അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ അന്ന് ഇൻ്റർസിറ്റിയിൽ യാത്ര ചെയ്തപ്പോൾ ഇവിടെ നിന്ന് ഇൻ്റർ എടുത്ത അതേ സ്ഥലമാണിത്. അപ്പോൾ ഇന്നത്തെ യാത്ര തന്നെ സ്പെഷ്യലാക്കുന്നത് എന്താണെന്ന് അറിയണ്ടേ? ആ ഒരു സംഭവമാണ് ഈ ഒരു റൈറ്റ് സൈഡിൽ കാണുന്ന സാധനം. ഡീസൽ ലോക്കോമോട്ടീവിലൊരു ട്രെയിൻ ജേണിയായി നടത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പോകാനുള്ള വണ്ടി ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരും. പ്ലാറ്റ്ഫോം നമ്പർ 1. ഇപ്പോൾ കപകപുത്തൂർന്ന് മംഗലാപുരത്തേക്കുള്ള വണ്ടി വരാനുണ്ട്. അത് വന്നാൽ ആ വണ്ടിയാണ് പിന്നെ സുബ്രഹ്മണ്യ റൂട്ടിലേക്ക് പോവാം. അപ്പോൾ ആ വണ്ടി ഇവിടെ വന്നിട്ട് നമുക്കെന്താ പ്ലാറ്റ്ഫോമിൽ അവിടത്തേക്ക് പോവാം. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ യാത്ര വെറും ഒരു യാത്ര അല്ല, ഡീസൽ ലോക്കോമോട്ടീവിലാണ് ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ പെട്ടെന്ന് ചെയ്യാനുള്ള കാരണം, നമുക്കിനി അധികം വൈകിയാൽ പിന്നെ ഈ ഒരു സംഭവമൊന്നും കിട്ടില്ല. നമ്മൾ കുഞ്ഞുനാളത്തെ നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് നമ്മൾ കാണുന്ന ഡീസൽ ലോക്കോമോട്ടീവൊക്കെ. അപ്പോൾ ഈ ഒരു റൂട്ട്, ഈ മംഗളൂർ സെൻറ്ററിൽ നിന്ന് സുബ്രഹ്മണ്യ റോഡ്, സകലേഷ്പൂർ, ആ ഗഡ് സെക്ഷനുള്ള റൂട്ട് ഇലക്ട്രിഫിക്കേഷൻ ആകാൻ പോവാണ്. അപ്പം വൈകാതെ തന്നെ അവിടത്തേക്ക് ഇലക്ട്രിക് ലോക്കോ ഓടിത്തുടങ്ങും. അപ്പോൾ പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഡീസൽ ലോക്കോ ഒന്നും കാണില്ല. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് തന്നെ അത് പോകുന്നതിന് മുമ്പായിട്ട് ഒന്ന് യാത്ര ചെയ്യാൻ കരുതിയിട്ടാണ് ഇപ്പോൾ ഞാനിവിടെ മംഗളൂർ സെൻറ്ററിലേക്ക് വന്നത്. പിന്നെ നമ്മളെ നാട്ടിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള സ്ഥലമാണ് ഈ മംഗളൂർ സെൻട്രൽ. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, നമ്മളെ കേരളത്തിൽ ഇപ്പോൾ നിലവിൽ 2 സ്ഥലത്താണ് ഡീസൽ ലോക്കോമോട്ടീവ് ട്രെയിൻ ഓടുന്നുള്ളത്. ഒന്ന് കൊല്ലം ചെങ്കോട്ടൈ പാതയിലും മറ്റൊന്ന് ഷൊർണൂർ നിലമ്പൂർ പാതയിലുമാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേയിൽ ഇപ്പോൾ എല്ലായിടത്തും ഇലക്ട്രിഫിക്കേഷനൊക്കെ ഏകദേശം ആയി തുടങ്ങി. സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിലും കുറച്ച് പണിയുണ്ട്, ബാക്കിയുണ്ട്. അപ്പോൾ 2025 അവസാനിക്കുന്നതോടെ നമുക്ക് ഈ ഡീസൽ ലോക്കോമോട്ടീവൊക്കെ ഇന്ത്യൻ റെയിൽവേയിൽ നിന്ന് കംപ്ലീറ്റ്ലി മായും. പിന്നെ ഫുള്ള് ഇലക്ട്രിക് ലോക്കോ. ഇപ്പോൾ അവർ അതിൻ്റെ ഭാഗമായിട്ട് ആൽക്കോ ലോക്കോമോട്ടീവ് അവരിപ്പോൾ ഓടുന്ന നിർത്തി വെച്ചത്. ആൽക്കോ ലോക്കോമോട്ടീവ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഇതിപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചത് EMD ലോക്കോമോട്ടീവ്. ആൽക്കോ എന്ന് പറയുന്നത് മറ്റേ സംഭവം, ആ ചുങ്ങിങ് സൗണ്ടുള്ളൊരു സംഭവമില്ലേ, ആ ഒരു സാധനം ഇപ്പോൾ ഷണ്ടിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നത്. അതങ്ങ് അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങ് അടുത്തിട്ട് നമുക്ക് കാണിച്ചു തരാം. അതിപ്പോൾ അവർ നിർത്തലാക്കിയെന്നുള്ള പറഞ്ഞിട്ട് ഇന്ത്യൻ റെയിൽവേ ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ടായിന്. അതായത് ഇപ്പോൾ അത് വിലയിട്ട് ഓടി തുടങ്ങി. ഇപ്പോൾ ഈ പറഞ്ഞ കപകപുത്തൂർ തന്നെ ഒരു ആൽക്കോ ലോക്കോമോട്ടീവാണ് ഉണ്ടായത്. ഇപ്പോൾ EMD ലോക്കോമോട്ടീവായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പം ആൽക്കോ ലോക്കോമോട്ടീവിൻ്റെ കാലമൊക്കെ കഴിഞ്ഞ്, പിന്നെ വൈകാതെ തന്നെ EMD ലോക്കോമോട്ടീവും കഴിയും. ബാക്കിയുള്ള ഇലക്ട്രിഫിക്കേഷൻ ആവാത്ത റൂട്ടിലാണ് ഇപ്പോൾ EMD ലോക്കോമോട്ടീവ് ഓടുന്നത്. അതും ഇപ്പോൾ അടുത്ത് അവസാനിക്കും. ഇപ്പോൾ ഇതാണ് മംഗളൂരു സെൻട്രൽ സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസും ഭാഗമൊക്കെ വരുന്നത്. ഒരുപാട് കാണിച്ചാണ് ഈ ഫ്ലാഗും ഈ ബിൽഡിങ്ങൊക്കെ. അപ്പോൾ ഇനി അതിൻ്റെ വീണ്ടും എടുത്തെടുത്ത് കാണിക്കുന്നില്ല. നമുക്ക് അതിന് സ്റ്റേഷൻ്റെ അകത്തോട്ട് പോയിട്ട് തന്നെ ബാക്കി കാഴ്ചകളൊക്കെ കാണാം. ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഈ ലോക്കോമോട്ടീവിൻ്റെ അടുത്തൊക്കെയാണ് വന്നത്. ഇത് കൃഷ്ണരാജപുരത്തിൻ്റെ ഒരു WTP40 ആണ്. രാവിലെ കണ്ണൂർ എക്സ്പ്രസ്സിന് ഇവിടത്തേക്ക് എത്തിച്ചൊരു ലോക്കോമോട്ടീവ്. പിന്നെ ഇപ്പോഴത്തുള്ള മുർദേശ്വറിലേക്ക് പോകുന്ന ഒരു എക്സ്പ്രസ്സാണ്. SMT ബാംഗ്ലൂരിൽ നിന്ന് മുർദേശ്വർ. പണ്ട് മംഗലാപുരം വരെ ഉണ്ടായി, പിന്നീട് മുർദേശ്വരെ നീട്ടി. അതിൻ്റെ ലോക്കോ ഇപ്പോൾ ഇവിടുന്ന് മാറ്റിയിട്ട് അത് അവിടെ ഒരു WP7 വന്നിട്ടുണ്ട്. അത് ഇവിടുന്ന് ലോക്കോ റിവേഴ്സ് ചെയ്ത് ലോക്കോ ചേഞ്ച് ചെയ്ത് അത് നേരെ ഇനി കൊങ്കൺ ഭാഗത്തേക്ക് പോകും. അതിപ്പോൾ മറ്റേ കപകപുത്തൂർ ആ ഭാഗത്ത് നിന്ന് വന്ന വണ്ടിയാണിത്. 10 മണിക്ക് ഇവിടുന്ന് ഡിപ്പാർട്ട് ചെയ്യേണ്ട വണ്ടി. ഇതിവിടെ 9:30 എത്തേണ്ട വണ്ടിയാണ്. ഇത് വന്നതേ 10 മണിക്ക്. ഞാനിത് എപ്പോൾ എടുത്ത് പോലെ ഇവിടെ നിന്ന് അറിയില്ല. ഇത് വളരെ ചെറിയ വണ്ടിയാണ് കേട്ടോ. 5 കോച്ചെങ്ങാണ്ടേ ഉള്ളൂ. അതിൽ 4 അൺറിസേർവ്ഡ്, പിന്നെ ഒരു ഗാർഡിൻ്റെ കോച്ചും. ആ ഗാർഡിൻ്റെ കോച്ച് നടുക്ക് വരുന്നതാണ്. നമുക്ക് ഫസ്റ്റത്തെ കോച്ചിൽ പോയിരിക്കാം. ട്രെയിനിൻ്റെ അകത്തേക്ക് കയറി. ഈ ഒരു കോച്ചിൻ്റെ ഉൾവശം നമ്മളെ സാധാരണ അൺറിസേർവ്ഡ് പോലെ അല്ല, മാറ്റമുണ്ട്. ഇവിടെയൊക്കെ പലകയും സീറ്റിൻ്റെ കുഷനിങ് ഒക്കെയാണ്, നല്ല മാറ്റമുണ്ട്. പിന്നെ ഇവിടെ ഗാർഡില്ലാത്തതുകൊണ്ടുള്ള ഒരു ഉപകാരം ഞാൻ കാണിച്ചു തരാം. ഇത് പ്രോപ്പർ അൺറിസേർവ്ഡ് കോച്ചാണ്ട് ഇതാ നമുക്ക് ലോക്കോ ഇത്ര അടുത്തുനിന്ന് കാണാം. ഇപ്പോൾ ഗാർഡിൻ്റെ കോച്ചാണ് നമുക്ക് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്കത്തെ ഡോറിന് അങ്ങനെ വിടും, അങ്ങനെ ഉണ്ടാവും. പക്ഷേ ഇത് നമുക്ക് ലോക്കോ ഇത്ര അടുത്തുനിന്ന് കാണാം. നമുക്ക് ആ ഹമ്മിങ് സൗണ്ട് നല്ല രീതിക്ക് തന്നെ കേൾക്കാം. നമുക്ക് പോകാനുള്ള ലോക്കോ വന്നിട്ട് ഇവിടെ WTP40 ആണ്.
കൃഷ്ണരാജത്തിൻ്റെ തന്നെ. ഇപ്പോൾ നമ്മളെ എൻജിനെല്ലാം സെറ്റായിട്ടുണ്ട് അവിടെ. അപ്പോൾ നിങ്ങൾ ഈ റൂട്ടിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ മാക്സിമം വേഗം യാത്ര ചെയ്യാൻ നോക്കുക. കാരണം ഇത് അടുത്ത് ഇലക്ട്രിഫൈഡ് ആവും. ഇതൊക്കെ അവസാന കാലമാണ് ഇതിൻ്റെ, ഈ ഡീസൽ ലോക്കോമോട്ടീവിനെല്ലാം അവസാന കാലം. പിന്നെ EMD എൻജിൻ്റെ തൊട്ട് പിന്നത്തെ കൊച്ചുകാരുണ്ട്. അപ്പോൾ ഹമ്മിങ് സൗണ്ട് നല്ല കേൾക്കാം. EMD ഹമ്മിങ്ങും ആൽക്കോ ചുങ്ങിങ് എന്നും പറയും ഈ സൗണ്ടിനെ. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യട്ടോ. EMD ഹമ്മിങ് ആണോ ആൽക്കോൻ്റെ ചുങ്ങിങ് ആണോ എനിക്ക് ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യും. പിന്നെ ഇതിപ്പോൾ ഞാൻ വളരെ പെട്ടെന്ന് യാത്ര ചെയ്യാനുള്ള കാരണം പറഞ്ഞല്ലോ, ഇതിപ്പോൾ ഇലക്ട്രിക് ലോക്കോ ആയി കഴിഞ്ഞാൽ പിന്നെ പറ്റൂല എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ യാത്ര ചെയ്യുന്നതൊക്കെ വിചാരിക്കുന്നുണ്ടോ. പക്ഷേ അത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന എപ്പോഴും അറിയോ, ഇത് ഇലക്ട്രിഫിക്കേഷൻ്റെ വർക്ക് കഴിഞ്ഞ് ഇതിലൂടെ ഇലക്ട്രിക് ട്രെയിൻ ഓടുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. പിന്നീട് അത് നിങ്ങൾക്ക് റിഗ്രറ്റ് ചെയ്യും. ഡീസൽ ലോക്കോ ഉണ്ടായ സമയത്ത് യാത്ര ചെയ്തില്ലേ വിചാരിച്ചിട്ട്. ഞാൻ ആൽക്കോ ലോക്കോമോട്ടീവാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ആൽക്കോ ലോക്കോമോട്ടീവ് കാലം കഴിഞ്ഞു. ആൽക്കോ ലോക്കോമോട്ടീവ് എവിടെയെങ്കിലും ഓടുന്നുണ്ടെങ്കിലോ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ, യാത്ര ചെയ്യാം നമുക്ക്. ഇപ്പോൾ ഒന്ന് മധുരയിൽ നിന്ന് ബോഡിനായക്കന്നൂരിൽ അവിടത്തേക്കുള്ള ഒരു പാസഞ്ചർ ഇപ്പോൾ ആൽക്കോ ലോക്കോമോട്ടീവ് ആണെന്നാണ് തോന്നുന്നത്. അതെന്താണെന്ന് അറിയില്ല. എന്തായാലും അവിടത്തേക്ക് ഒരു യാത്ര ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ അവിടുന്ന് ചെറുപ്പകാലത്തിൽ എന്ന് പറഞ്ഞില്ലേ, അത് കാരണം വേറൊന്നുമല്ല, നമ്മളെ റൂട്ട് മംഗലാപുരം ടു ഷൊർണൂർ റൂട്ട് പണ്ട് ഡീസൽ ലോക്കോ ആയിരുന്നു. പണ്ട് എന്ന് പറയുമ്പോൾ അത് ഫുള്ള് ഇലക്ട്രിഫിക്കേഷൻ വർക്ക് കഴിഞ്ഞത് 2017, അതേ കാലമൊന്നും ആയിട്ടില്ല. പിന്നെ ഫുള്ള് ഇലക്ട്രിക് ട്രെയിൻ ഓടിത്തുടങ്ങിയത് കോവിഡിന് ശേഷമാണ്. അതായത് കോവിഡിന് ശേഷം ഒരു ലോക്ക്ഡൗൺ 2 മാസം ട്രെയിന് പൂർണ്ണമായിട്ട് ലോക്ക്ഡൗൺ ആയിട്ട് കോവിഡിൻ്റെ ആ സമയത്ത്. അതിന് ശേഷമാണ് ഫുള്ള് ഇലക്ട്രിഫിക്കേഷനായിട്ട് ഓടി തുടങ്ങി. അപ്പോൾ അത്ര ആയിട്ടില്ല, ഏതാണ്ട് ഒരു 5 വർഷമേ ആയിട്ടുള്ളൂ നമ്മളെ മംഗലാപുരം ഷൊർണൂർ സെക്ഷന് ഇലക്ട്രിഫിക്കേഷൻ ഇലക്ട്രിക് ട്രെയിനൊക്കെ ഓടി തുടങ്ങിയിട്ടും. ഇപ്പോൾ മംഗലാപുരത്ത് ട്രെയിൻ ഡിപ്പാർട്ട് ചെയ്തു കേട്ടോ. 10:18 കുറച്ച് ലേറ്റ്, 20 മിനിറ്റ് ലേറ്റ്, കുറേ ലേറ്റ് ആവുന്നു. ഇവിടെ ഇന്റർസിറ്റിൻ്റെ കപ്ലിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മലബാർ മംഗലാപുരം ചോട് ക്യാബിൻ ജംഗ്ഷന് സെന്ററിലേക്ക് വന്ന വഴി. മംഗളൂരു ജംഗ്ഷനിൽ നിന്ന് ട്രെയിൻ ഡിപ്പാർട്ട് ചെയ്തു.
കൊങ്കൽ നിന്ന് വരുന്ന വയ്യാണ് കേട്ടത്. നമ്മൾ ബാംഗ്ലൂർ റൂട്ടിലേക്ക് കയറി. ആക്സലറേഷൻ്റെ സൗണ്ട് നോക്കി ഞങ്ങൾ ട്രെയിനിപ്പോൾ ബന്ദവാല റെയിൽവേ സ്റ്റേഷനിൽ ഡിപ്പാർട്ട് ചെയ്ത്. ഈ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞപാടാണ് കർണാടകയിലെ പ്രധാനപ്പെട്ട നദികളിൽ ഒന്നായ നേത്രാവതി നദിയുണ്ട്. ഈ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് കുറച്ച് പോയാൽ നേത്രാവതി നദി എത്തും. ഇവിടുത്തെ ഇലക്ട്രിഫിക്കേഷൻ വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞ് കമ്പിയൊക്കെ വലിച്ച് കെട്ടിയവർ. ഞാൻ അന്ന് ഇത് വരുമ്പോൾ ഇവിടെ പോസ്റ്റ് മാത്രമേ ഉണ്ടായിട്ടു. ബന്ദാവാല നമ്മളെ വണ്ടി വളരെ ചെറുതാണ് കേട്ടോ. ആകെ 5 ദിവസം കണ്ടേ ഉള്ളൂ. ഈ ഒരു പ്രദേശം നോക്കിയാൽ നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. ഇവിടെ ഇപ്പം മൊത്തം ഉണങ്ങി കിടക്കുകയാണ്. ഞാൻ അന്നൊരു നല്ല പച്ചപ്പുണ്ടായിന്. അവിടെ ബാക്കിലും മലനിരകളൊക്കെ ഉണ്ട്. നേത്രാവതി പാലം എത്തിയിട്ടോ. ഇത് കുറച്ച് ചെറിയ പാലമാണ്. നമ്മൾ കാസർഗോഡ് നിന്ന് മംഗലാപുരം ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള പാലമാണ് നല്ല നീളമുള്ളത്. നേത്രാവതി പാലം. നേത്രാവതി നദി കർണാടകയിലെ നീളത്തിൽ ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് കേട്ടോ. കുറേ ലോങ് ഉണ്ട് നദി. ട്രെയിൻ ഇപ്പോൾ കബകപുത്തൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് രാവിലെ 7:55 ഇവിടുന്ന് ഡിപ്പാർട്ട് ചെയ്ത് മംഗലത്തേക്ക് വന്ന വണ്ടിയാണ്. ഈ കബകപുത്തൂർ എന്ന് പറയുന്നത് 2 സ്ഥലങ്ങളാണ്. 2 സ്ഥലങ്ങൾക്ക് ഉള്ള ഒറ്റ റെയിൽവേ സ്റ്റേഷനായത്. കബക എന്ന് പറയുന്നതും പുത്തൂർ എന്ന് പറയുന്നതും വെവ്വേറെ സ്ഥലങ്ങളാണ്.
അത് രണ്ടും ചേർന്നതാണ് കപ്പത്തോർ. നല്ല മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഇലക്ട്രിഫിക്കേഷൻ വർക്ക് നടക്കുന്നതിന് മുമ്പ് ഇവിടെ നല്ല രീതിക്ക് മരങ്ങളൊക്കെ ഉണ്ടായിന്. കുറച്ച് ഏലൊക്കെ ഒരു മുറിച്ച് മാറ്റി, എങ്കിലും ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയെല്ലാം. അവർ മാക്സിമം ആ ഒരു ബ്യൂട്ടി നിലനിർത്താൻ നോക്കിനി. ട്രെയിൻ ഇപ്പോൾ 20 മിനിറ്റോളം കബകപുത്തൂറിൽ തന്നെയായി. അതിന് കാരണം വേറൊന്നുമല്ല, വിജയപുരന്ന് മംഗലാപുരം ജംഗ്ഷനിലേക്ക് പോകുന്ന ഒരു സ്പെഷ്യൽ ട്രെയിൻ ഇപ്പോൾ ഇവിടത്തേക്ക് വരാനുണ്ട്. ഇത് സിംഗിൾ ട്രാക്കാണല്ലോ. അത് ഇതിൻ്റെ മുമ്പുള്ള സ്റ്റേഷനിലുണ്ട്. അതൊരു 10 കിലോമീറ്ററിനും ഉണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ. പക്ഷെ നമുക്ക് അങ്ങോട്ടും പോകാനും പറ്റില്ല, കാരണം സിംഗിൾ ട്രാക്കാണല്ലോ. പിന്നെ ഈ റെയിൽവേയിൽ എപ്പോഴും നോക്കിയാൽ എന്തെല്ലാം പണികളായിരിക്കും, എപ്പോഴും എന്തെങ്കിലും പണികളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവർ ഇൻട്രസ്റ്റ് എടുത്ത് തീർക്കുന്ന പണി എന്താണെന്നറിയോ? ഈ ഇലക്ട്രിഫിക്കേഷൻ വർക്ക്. അത് എത്ര പെട്ടെന്നറിയോ തീർക്കുന്നത്. അന്ന് ഇവർക്ക് അതും കുറച്ച് ഡിലേ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡീസൽ ലോക്കോമോട്ടീവൊക്കെ നമുക്ക് കുറച്ച് കാലം കൂടി അനുഭവിക്കാനുണ്ട്. ഇതിപ്പോൾ നോക്കി ഇവിടെ തന്നെ എന്തോ പണിയായി കുറേ അധികം മെറ്റലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ വരുമ്പോൾ ഉണ്ടായിരുന്നു, ഞാൻ ഇത് അനക്കിട്ടേ ഇല്ല അവർ ഇവിടുന്ന്. നമ്മളിവിടെ അരമണിക്കൂർ ഹോസ്റ്റാക്കിയ വിജയപുര മംഗളൂരു ജംഗ്ഷൻ സ്പെഷ്യൽ ഫെയർ സ്പെഷ്യൽ എക്സ്പ്രസ് ഇവിടത്തേക്ക് എത്തി. ഇത് ലൈറ്റ് തന്നെ. ഇത് 3/4 മണിക്കൂർ ലൈറ്റ്. ഇത് 11:20 എത്തേണ്ട വണ്ടി. ഹുബ്ബളീൻ്റെ ലോക്കോ ആണ്ടത്. ഹുബ്ബളീൻ്റെ WDP 4D. മംഗളൂർ വിജയപുര കുറേ അടുത്ത് പോകുന്നുണ്ട്. ലക്ഷാരിങ്ങൾ കുറേ ഉണ്ട്. ഇനി നമ്മളിവിടെ നിന്ന് എടുക്കും. ഇപ്പോൾ ഇവിടെ കമ്പിയൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ഇവിടെ കമ്പി വലിക്കുന്നില്ല അത്ര. അതിൻ്റെ പണികളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നില്ല. പിന്നെ സ്റ്റേഷൻ്റെ വർക്കും നടക്കുന്നുണ്ട് ഇവിടെ. ട്രെയിൻ ആക്സിലറേഷൻ മൊത്തം കുറച്ച്.
ട്രെയിൻ ഇപ്പോൾ എട്ടമംഗള റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഡിപ്പാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനെല്ലാം ഭയങ്കര മനോഹരമാണ്. ആ സ്പോട്ടെല്ലാം നല്ല രസമുള്ള കാണാൻ. ഇതിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ 2 ഭാഗവും ഇതേപോലെയാണ്. ആ ഭാഗത്തും അതേപോലെ ഉണ്ട്. പിന്നെ സിംഗിൾ ട്രാക്കുള്ള വഴിയിലൂടെ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അവിടെയുള്ള കാഴ്ചകൾ എപ്പോഴും മനോഹരമായ കാഴ്ചകളായിട്ടുണ്ടാവുക. കാരണം സിംഗിൾ ട്രാക്ക് എന്ന് പറയുമ്പോൾ അധികവും ഈ കൊങ്കൺ റെയിൽവേയിൽ കണ്ടിട്ട് മലയൊക്കെ തുറന്ന് അങ്ങനെയൊക്കെ റെയിൽവേ പാത ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ കാടൊക്കെ വെട്ടിയിട്ട് അങ്ങനെ നിലമ്പൂർ നമ്മൾ കണ്ടല്ലേ, അതേപോലെ കാടൊക്കെ വെട്ടിയിട്ട് അങ്ങനെയൊക്കെയാണ് ഈ സിംഗിൾ ട്രാക്കുള്ള റൂട്ട് അധികം ഉണ്ടായാൽ. ഈ ഡബിൾ ട്രാക്ക് എന്ന് പറയുമ്പോൾ അവിടെ നല്ല സ്പേസ് ഉണ്ടാവുമല്ലോ, ഡബിളിങ് ആയിട്ട് ട്രാക്ക് 2 അപ്പ് ആൻഡ് ഡൗൺ പോകാൻ സ്ഥലമില്ലാത്തത് കൊണ്ടല്ലേ ഇങ്ങനെ സിംഗിൾ ട്രാക്ക് ആക്കിയിട്ട് അവർ ട്രെയിനുകൾ ഓടിക്കുന്നതൊക്കെ. എൻജിൻ നല്ല ഹീറ്റായിപ്പോൾ. പൊന്നോ, വിട്ടപ്പോൾ തൊട്ട് എന്ത് പവറാണ് നോക്കിയതിൻ്റെ. ഈ WD-40 ആക്സലേഷൻ പവർ നോക്കുക ഞങ്ങൾ. മംഗലാപുരത്ത് നിന്ന് 91 കിലോമീറ്റർ കവർ ചെയ്ത് ഇപ്പോൾ ഇതാ ട്രെയിൻ സുബ്രഹ്മണ്യ റോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. സുബ്രഹ്മണ്യയിൽ വന്നിറങ്ങിയപ്പോൾ തന്നെ നമ്മളെ ലോക്ക് അവർ ഇവിടുന്ന് ഊരിക്കൊണ്ടുപോയി. പിന്നെ നമ്മൾ ഈ റേക്കല്ല സദേൺ റെയിൽവേൻ്റെ ആണ് കേട്ടോ. സദേൺ റെയിൽവേൻ്റെ പാലക്കാട് ഡിവിഷൻ്റെ റേക്കാണ് ഇത്. ഈ ഒരു 5 കോച്ച് പാലക്കാട് ഡിവിഷൻ്റെ ആണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റേഷൻ്റെ ബിൽഡിങ്ങിൻ്റെ ആ ഭാഗത്തേക്ക് പോവാം. ഇതാണ് സുബ്രഹ്മണ്യ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തെ കാഴ്ച. മെയിൻ എൻട്രൻസ് ചെറിയൊരു സ്റ്റേഷനാണ്. പിന്നെ നമ്മളെ ഗഡ് സെക്ഷനൊക്കെ ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ നിന്നാണ് ബാങ്കറൊക്കെ പിടിപ്പിക്കൽ. ഇവിടെ നിന്ന് സകലേഷ്പൂരിലേക്കുള്ളത്. റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെയാണ് ഉള്ളത്. എന്തോ വലിയ മലയുണ്ടായത് അവർ പൊളിച്ചു മാറ്റുകയെന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ നല്ല വെയിലുണ്ട്. വീഡിയോ ഒന്ന് അവസാനിപ്പിച്ചിട്ടാണ്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചില അടുത്ത വീഡിയോയിൽ നമ്മൾ കാണുന്നതായിരിക്കും. ബൈ.